ലേബി, അവിടെ ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എറണാകുളത്തെ നേതാക്കളൊക്കെ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈബീഡൻ ആ പരിപാടിക്ക് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ പലരെയും വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും അടുത്തുള്ള ആശുപത്രി എന്ന നിലയ്ക്കാണ് ഇവിടേക്ക് എത്തിയത്. മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിനെക്കുറിച്ചോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിനെക്കുറിച്ചോ ആലോചിക്കുന്നുണ്ടോ നേതാക്കൾ? സ്മൃതി, പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തും. അദ്ദേഹം വന്നതിന് ശേഷം ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആശുപത്രി മാറ്റേണ്ടതുണ്ടോ എന്നതുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്പസമയത്തിനും തന്നെ അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തും. ഇപ്പോൾ ഹൈബീഡൻ എംപിയും ബെന്നി എംപിയും അടക്കമുള്ള നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. DC പ്രസിഡന്റുണ്ട്. ഇവരെല്ലാവരും ചേർന്നായിരിക്കും അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ മാറ്റുന്ന കാര്യമൊക്കെ ആലോചിക്കുക. സ്മൃതി, ഏതായാലും ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നപ്പോൾ അൺകോൺഷ്യസ് ആയിരുന്നു, ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് മറ്റ് ചികിത്സ ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ 24 മണിക്കൂറിന് ശേഷം കൃത്യമായ അവസ്ഥ പറയാം എന്നുള്ള മറുപടിയാണ് ഡോക്ടർമാർ, എല്ലാ വിദഗ്ധ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ അവർ പറഞ്ഞ മറുപടി അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിലും ഈ പറയുന്നത് 24 മണിക്കൂർ നിർണായകമാണ് എന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട്. ഉമ തോമസിന്റെ മക്കളും സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ അല്ലേ? സ്മൃതി, എല്ലാവരും അകത്തുണ്ട്. തോമസിൻ്റെ മക്കളായ വിഷ്ണു, വിവേക് മക്കളുണ്ട്. അതുപോലെ തന്നെ PA-മാരുണ്ട്. തോമസ് MLA-യുടെ ഓഫീസുമായി പ്രവർത്തിക്കുന്നവരെല്ലാവരും ഉണ്ട്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ, എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തിച്ചേർന്നു. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് എത്തും. ഏതെങ്കിലും രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആശുപത്രി മാറ്റേണ്ടതടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും ആലോചിക്കുക. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള ആലോചനകളൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് സർജറി ഇന്ന് വേണ്ട എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ന്യൂറോ സർജറി വേണ്ട എന്ന് പറയുമ്പോഴും പൂർണ്ണമായ ഒരു ആശങ്ക വിട്ടുമാറിയിട്ടല്ല ഡോക്ടർമാർ പ്രതികരിക്കുന്നത്. ബാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. 24 മണിക്കൂർ അത് നിർണായകമാണ്. കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ എന്നുകൂടി ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഉമാ തോമസ് വളരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെട്ട് മടങ്ങി വരട്ടെ. ആ വീഴ്ച ഒരു വലിയ വീഴ്ചയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. ഒരു നൃത്ത പരിപാടി, വേൾഡ് റെക്കോർഡ് ഇടാനുള്ളൊരു നൃത്ത പരിപാടിയാണ്. അതിൻ്റെ സ്റ്റേജ് 10-20 അടിയോളം മുകളിലുള്ള സ്റ്റേജാണ്. അവിടെ നിന്നാണ് പെട്ടെന്ന് കാൽ തെറ്റി ഉമാ തോമസ് താഴേക്ക് വീണത്. മുഖമിടിച്ചാണ് വീണത്. അത് കോൺക്രീറ്റ് നിലമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പരിക്ക് ഇത്രത്തോളം ഗുരുതരമായത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സംഘാടകർക്കും അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതീക്ഷയുടെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ലേബി, അലി അക്ബർ ഷാ, അഞ്ജന തത്സമയ വിവരങ്ങൾ അടുത്ത ഘട്ടത്തിൽ നൽകുക.